കണ്ണൂർ പിനാത്തറയിൽ രാവിലെ നടക്കാനിറങ്ങിയവർ കണ്ടത് തല്ലിത്തകർത്ത നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരു കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളടക്കം വലിച്ച് പുറത്തെടുത്ത നിലയിലായിരുന്നു. കാറിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. കാറിന്റെ ഉടമ തലശ്ശേരിയിൽ താമസിക്കുന്ന സ്വർണ്ണ വ്യാപാരിയായ അശോക് യശ്വന്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാർ ഉടമകൾ മലയാളികളല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ആകെ ദുരൂഹതയാണ്. കാരണം ഒരു കാറ് തല്ലിത്തകർത്ത നിലയിൽ അവിടെ വസ്ത്രങ്ങളൊക്കെ പുറത്ത് കാണാം, രക്തക്കറയുണ്ട്. ഈ കാറിലുണ്ടായിരുന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, അല്പസമയം മുമ്പാണ് യശ്വന്ത് കുമാർ നിഗം എന്ന് പറയുന്ന കാറിലുണ്ടായിരുന്ന ഇയാൾ ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്ക അല്ലെങ്കിൽ വലിയ പരിഭ്രാന്തി വരുത്തിയ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഇതിലൊരു ദുരൂഹത ഇപ്പോഴും നീങ്ങിയിട്ടില്ല. അതായത് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ പരിയാരം സർവീസ് റോഡിൽ കുടുംബം യാത്ര ചെയ്യുന്ന ഈ വാഹനം ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഈ കാറ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ കാറിന്റെ ബോണറ്റും ഡിക്കും ഒക്കെ തുറന്ന നിലയിലായിരുന്നു. മാത്രമല്ല ഇതിനകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച് പുറത്തിട്ട നിലയിലായിരുന്നു. അതോടൊപ്പം രക്തക്കറ കൂടി കണ്ടതോടെ വലിയ പരിഭ്രാന്തി വരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഇവർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. പരിയാരം പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തി. ഇതിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് മഹാരാഷ്ട്ര സ്വദേശികളായ ഈ അശ്വന്തും കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ തലശ്ശേരിയിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ഇവർ മഹാരാഷ്ട്ര സ്വദേശികളാണെങ്കിലും തലശ്ശേരിയിലാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ ഇവർ ഇങ്ങനെ വരുന്ന സമയത്ത് കേരള അതിർത്തി മുതൽ ഇവരുടെ ഒരു കാർ ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ കാറിലെത്തിയ സംഘം ഇവരെ പരിയാരം സർവീസ് ദേശീയപാതയിൽ സർവീസ് റോഡിലാണ് ഇവരെ തടഞ്ഞ് നിർത്തുന്നത്. പിന്നീട് ഡ്രൈവറെ വലിച്ച് പുറത്തേക്കിടുകയും അതോടൊപ്പം ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഈ കാർ ആ സംഘം തട്ടിക്കൊണ്ടുപോയി ഈ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ രീതിയിൽ ഉണ്ടാവുകയായിരുന്നു. ഏതായാലും അവിടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ ജീവനക്കാരനും അതുപോലെ തന്നെ പ്രഭാത സവാരിക്കിറങ്ങിയ ആളുകളുമാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് പോലീസ് വലിയ തോതിൽ അന്വേഷണം നടത്തി. ഒടുവിലാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന 5 പേർ, അതായത് ഈ അശോകിനും കുടുംബാംഗങ്ങളും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. അവർക്ക് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നോ? മാത്രമല്ല, സ്വർണ്ണ വ്യാപാരിയാണ്, വാഹനത്തിൽ സ്വർണവും പണവും മറ്റും ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത് എന്താണ് ഈ ജ്വല്ലറി ഉടമ അല്ലെങ്കിൽ ഈ സ്വർണ്ണ വ്യാപാരി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഈ സ്വർണ്ണക്കടത്തുകാരാണോ ഈ കാർ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? ടോമെ, പോലീസ് ഇത് സംബന്ധിച്ച് ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അവരോട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് 1/2 കോടിയോളം രൂപ നഷ്ടമായി എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷെ അതിനെല്ലാം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, ടോം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതൊരു സ്വർണം പൊട്ടിക്കൽ സംഘമാണോ എന്നതും പോലീസിന് സംശയമുണ്ട്. അങ്ങനെ ഇവരെ പിന്തുടർന്ന് ഈ വാഹനത്തിൽ ഇത്തരത്തിൽ കൃത്യമായി പണമോ സ്വർണമോ ഉണ്ട് എന്നറിഞ്ഞ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. പക്ഷെ 1/2 കോടിയോളം രൂപയുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ല അത്തരത്തിലും തുക അതിലുണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ദുരൂഹത തുടരുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ആരാണ് ഈ സംഘം? ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ആരാണ് ഇത്രയും ദേശീയപാതയിലൂടെയൊക്കെ ഇങ്ങനെ പിന്തുടർന്നെത്തി ഒരു ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്തിയതെന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയൂ. ഇത് ഒരു പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവരെ അറിയുന്ന ആളുകൾ തന്നെയായിരിക്കാം എന്നൊരു നിഗമനമാണ് പോലീസിനുള്ളത്. ഇവർ വർഷങ്ങളായി ഈ സ്വർണ്ണ ബിസിനസ്സാണ്. പെരിന്തൽമണ്ണയിൽ ഇവർക്ക് ജ്വല്ലറി ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ സ്വർണം ഉണ്ട് എന്ന് കൃത്യമായി അറിയുകയും അതുമാത്രമല്ല മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇവർ തലശ്ശേരിയിലേക്ക് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ കൃത്യമായി ഈ വാഹനത്തിൽ ഇന്ന ആളാണ് സഞ്ചരിക്കുന്നത്, ഇവർക്ക് സ്വർണ്ണ ബിസിനസ് ഉണ്ടൊക്കെ അറിയുന്ന ആളുകളാണ് ഈ ഒരു കവർച്ച നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. പക്ഷെ അപ്പോഴും ദുരൂഹത ഇപ്പോഴും ഇതിൽ തീർന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇദ്ദേഹം അല്പസമയം മുമ്പാണ് ഇദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ പ്രത്യേക ടീം, റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. കാരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുടുംബത്തെ അവിടെ വഴിയിൽ ഭീഷണിപ്പെടുത്തി പുറത്ത് ഇറക്കിവിട്ട് ആ കാറ് തട്ടിക്കൊണ്ടുപോയി പിന്നീട് നമുക്ക് കാണാം അതിൽ കൃത്യമായ ഈ വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ട നിലയില്ല. മാത്രമാണ് ഇതിൽ രക്തക്കറ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളൊന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അക്രമം ഇവർക്ക് നേരെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഈ രക്തക്കറ എങ്ങനെ ഈ കാറിൽ
വന്നു എന്നതും ഇനി ദുരൂഹതയായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം ഈ സംഘം എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടത്? ഇതിൽ ഈ പരാതി നൽകിയതനുസരിച്ച് 2 കോടിയോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പണം ഇതിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പണം എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പണം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ പരിശോധനയിലുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെയാണ് കാർ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആ കാറിന്റെ അകത്ത് വിശദമായി ഇവർ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ സംഘം എന്ന് വേണം പറയാൻ. അങ്ങനെ ഇതിൽ പണവും സ്വർണവും ഉണ്ടോ എന്ന രീതിയിൽ വലിയ തോതിൽ അന്വേഷണം ആ ഒരു സംഘം നടത്തിയിട്ടുണ്ട്. ആ കുട്ടികളുടെ വസ്ത്രങ്ങളും ഇവരുടെ എല്ലാ വസ്ത്രങ്ങളും എല്ലാം പുറത്ത് വാരി വലിച്ചിട്ട നിലയാണ്. സീറ്റൊക്കെ കീറിയ നിലയിലാണ്. സീറ്റിനകത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ. അപ്പോൾ കൃത്യമായി ഇവരെ അറിയുന്ന, അല്ലെങ്കിൽ സ്വർണം ബിസിനസ്സാണ് ഇവർക്കെന്നും കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെയായിരിക്കാം ഇവരെ പിന്തുടരുന്നതും ഇങ്ങനെ കാറ് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് വിശദമായ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ അത്തരം കണ്ടെത്തലുകൾ ഉണ്ടാവൂ. അതോടൊപ്പം ഇയാളുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും നേരത്തെ മുൻപരിചയമുള്ള ആളുകളാണോ, എത്ര ആളുകൾ ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഉള്ളത്. ഈ സംഭവം നടന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ട ഒരു ബസ്സിലാണ്. ബൈജു ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കുടുംബവുമായി പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്രയധികം ഭീതിപ്പെടുത്തുന്നൊരവസ്ഥ. സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് ഇതിന് പിന്നിൽ, ഈ കാർ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ നിന്നും സ്വർണമോ പണമോ തട്ടിയെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.